സർവം കൃഷ്ണാർപ്പണമസ്തു. ചോറ്റാനിക്കര മകം തൊഴൽ. മകം ദിവസത്തിൽ ചോറ്റാനിക്കര അമ്മ വലത്ത് കൈകൊണ്ട് അനുഗ്രഹം നൽകുന്നുവെന്നറിയാമോ? ആ ദിവസത്തിൽ ഒരു നോക്ക് കണ്ടാൽ പോലും പൂർവ്വജന്മ സുഹൃതം ലഭിക്കുമെന്ന വിശ്വാസം. ചോറ്റാനിക്കര ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും ശക്തിയേറിയ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്നു. കുംഭമാസത്തിലെ മകം തൊഴൽ മങ്കമാർക്ക് അത്യന്തം പ്രധാനമാണ്. മംഗല്യസൂത്രം അണിഞ്ഞവരും അണിയാത്തവരും ജീവിത വിജയത്തിനായി ഈ ദിവസം അമ്മയെ തൊഴുതു പ്രാർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് വേഗത്തിൽ നടയടയ്ക്കും. 2 മണി കഴിഞ്ഞ് വീണ്ടും നട തുറക്കും. സർവാലങ്കാര വിഭൂഷിതയായി നിൽക്കുന്ന അമ്മയെ ആ ദിവസത്തിൽ ഒരു നോക്ക് കണ്ടാൽ പോലും മഹാപുണ്യം എന്നാണ് വിശ്വാസം. ഒരു ദിവസം വില്യമംഗലം സ്വാമിയാർ ആകാശമാർഗേണി സഞ്ചരിക്കുമ്പോൾ ഇവിടെ അതിശക്തമായ ഒരു തേജസ് അനുഭവിച്ചു. ഇതിൽ നിന്നാണ് ദേവിയുടെ ഐതിഹ്യം തുടങ്ങുന്നത്. ക്ഷേത്രക്കുളത്തിൽ നിന്ന് സൂര്യപ്രഭ പോലെ പ്രകാശം ഉയരുന്നത് കണ്ടു. അത് ദേവിയുടെ സാന്നിധ്യമായിരുന്നു. കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠ നടത്തി. അങ്ങനെ കീഴ്ക്കാവിലെ ദേവി ഉദ്ഭവിച്ചു. ഇവിടെ ദുർബാധ നിവാരണത്തിനും സർവകാര്യ വിജയത്തിനും അമ്മ പ്രശസ്തയാണ്. ഈ ദേവി സ്വയംഭൂവാണ്. അഷ്ടബന്ധനമില്ല. മണലിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന രുദ്രാക്ഷശില. ഇവിടെ ജലാഭിഷേകം മാത്രമേ നടത്തൂ. പാൽ, തൈര്, പഞ്ചാമൃതം അനുവദനീയമല്ല. രുദ്രാക്ഷശിലയിലെ ഉയർന്ന ബിംബം അമ്മയുടേത്, കൃഷ്ണശില നാരായണൻ്റേത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജപിക്കുന്നത് അമ്മേ നാരായണ, ദേവി നാരായണ. അമ്മയ്ക്ക് നേദിക്കുന്നത് നാരായണന് ലഭിക്കുന്നു. ദേവിയുടെ 3 ഭാവങ്ങൾ. ഉഷപൂജ സമയത്ത് ദുർഗാഭാവം. കടും ചുവപ്പ് പട്ടുസാരി അണിഞ്ഞാണ് അമ്മയെ കാണാൻ സാധിക്കുക. വൈകിട്ട് ലക്ഷ്മി നാരായണ സമേതനായി അനുഗ്രഹം ചൊരിയുന്നു. നിർമ്മാല്യ സമയത്ത് സാക്ഷാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതീ ഭാവമാണ് ഇവിടെയും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യം ഇങ്ങനെ പറയുന്നു. ആദി ശങ്കരാചാര്യർ ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. തിരിഞ്ഞു നോക്കരുത് എന്ന നിബന്ധന ലംഘിച്ചതോടെ ദേവി കൊല്ലൂരിൽ പ്രതിഷ്ഠയായി. അതിനുശേഷം അവിടുത്തെ ജ്യോതിയെ ആനയിച്ച് ചോറ്റാനിക്കരയിലേക്ക് കൊണ്ടുവന്നു. ജ്യോതി ആനയിച്ച കര ചോറ്റാനിക്കരയായി മാറി എന്നാണ്. മകം തൊഴൽ സ്ത്രീകൾക്ക് പ്രധാനമെങ്കിൽ പൂരം തൊഴൽ പുരുഷന്മാർക്ക് ശ്രേഷ്ഠം. 7 ആനകളുടെ പൂരം എഴുന്നള്ളത്ത് അപൂർവ കാഴ്ചയാണ്. മകരത്തിൽ കൊടിയേറുന്നത് 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം. മകം, കാർത്തിക, വിഷു ദിവസങ്ങളിൽ അമ്മ വലത്ത് കൈകൊണ്ട് അനുഗ്രഹം നൽകുന്നു. അന്ന് പ്രാർത്ഥിച്ചാൽ അഭീഷ്ട ഫലസിദ്ധി ഉറപ്പ് എന്നാണ് വിശ്വാസം. കാമം, ക്രോധം, ലോഭം, മോഹം എല്ലാം വിട്ട് അമ്മയെ സമീപിച്ചാൽ അമ്മ അനുഗ്രഹം ചൊരിയാതെ വിടില്ല. മകം തൊഴൽ ഒരു ഉത്സവമല്ല, ഒരാത്മീയ അനുഭവമാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. നിങ്ങൾ മകം തൊഴൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനുഭവം പങ്കുവയ്ക്കൂ. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.